ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഹൈദരാബാദി പനീർ ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ഒരു 2-3 സവാളയും ഒരു 2-3 പച്ചമുളക്, ഒരു 6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ നമുക്ക് എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം. ഇത് നല്ലപോലെ വഴന്നതിന് ശേഷം മിക്സി ജാറിൽ ഇടുക. അതിൻ്റെ കൂടെ നമുക്ക് തൈര്, മല്ലിയില, പുതിനയില ഇത്രയും ചേർക്കണം. മല്ലിയിലയും പുതിനയിലയും ഒരേ അളവിൽ വേണം എടുക്കാനായിട്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ചേർത്ത് കൊടുത്ത് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കാം. തൈര് ഒഴിച്ചാൽ മതി, നമ്മൾ വെള്ളം ചേർക്കണമെന്നില്ല. തൈര് ഒഴിച്ചിട്ട് നല്ല ഇതുപോലെ അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മസാലയെല്ലാം ആഡ് ചെയ്യണം. ഏലക്ക, പട്ട, ജീരകം, അതായത് സാജീരകമല്ല, നമ്മുടെ കറിക്ക് ഉപയോഗിക്കുന്ന ജീരകം, ഏലക്ക, ഇത്രയിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ സവാള വഴറ്റിയ ചട്ടിയിലാണ് വീണ്ടും ഇത് ചെയ്യുന്നത്. അതിലേക്ക് തന്നെ എണ്ണ ഒഴിച്ച് ഇതെല്ലാം ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ സിമ്മിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അതിൻ്റെ ആ പച്ച കളറൊന്ന് ചേഞ്ച് ആവണം. നമ്മളിപ്പോൾ അരച്ചെടുത്തതിൻ്റെ ആ ഒരു കളറൊന്ന് ചേഞ്ചായി വരുന്നവരെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഒരേ അളവിലെടുത്താൽ മതി. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഉണ്ട്, അതെല്ലാം ഇച്ചിരി എല്ലാം അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പനീർ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇച്ചിരി നൈസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പനീർ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി വേവേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കത് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് അത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അതിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത് അണ്ടിപ്പരിപ്പാണ്, എൻ്റെ അടുത്ത് ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് ഞാനിതാണ് ചേർക്കുന്നത്. അതുകൂടെ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർക്കണം. കസൂരി മേത്തി ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും. അതുകൊണ്ട് കസൂരി മേത്തി ഉണ്ടെങ്കിൽ അതും കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞത് അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഹൈദരാബാദി പനീർ നല്ല ടേസ്റ്റാണിത്. നിങ്ങൾ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ നല്ലതാണ്. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.